ഭരണഘടനയിൽ ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ ഒന്നും ചെയ്യില്ല എന്നാണ്. ഭരണഘടനയിൽ എന്തൊക്കെയുണ്ടെന്ന് നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. ഭരണഘടന 1949 നവംബർ 26 അംഗീകരിച്ച് 1950 ജനുവരി 26 ഇന്ത്യ റിപ്പബ്ലിക്കായപ്പോൾ പുറത്തിറക്കപ്പെട്ട ഭരണഘടന. ആ ഭരണഘടനയിലുള്ളതെല്ലാം ആദരിക്കാൻ തയ്യാറാണ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് ചർച്ചയാവാം. ഭരണഘടനയിൽ ഇല്ലാത്തത് കൊണ്ട് അംഗീകരിക്കില്ല. ഭാരതാംബ ഭരണഘടനയിൽ ഇല്ല. ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി, ഈ നാടിന്റെ ചരിത്രത്തിന്റെ ഭാഗമായി, ഈ നാടിന്റെ പാരമ്പര്യത്തിന്റെ ഭാഗമായി ഈ നാട്ടിലെ കോടാനുകോടി ആളുകൾ സ്വന്തം അമ്മയായിട്ട് കണക്കാക്കുന്ന ഈ നാടിനോട് എനിക്ക് കൂറില്ല എന്ന് പറയണമെങ്കിൽ ഇപ്പോഴും ചങ്കിലി ചൈനയായതുകൊണ്ടായിരിക്കണം അത് പറയുന്നത്. അതല്ലാതെ മറ്റൊരു കാരണവും അതിന് കണ്ടെത്താൻ കഴിയില്ല. പിന്നെ ഈ ഭരണഘടന ഉയർത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ട് വലിയ പ്രതിബദ്ധതയൊക്കെ കാണിക്കുന്ന ആളുകളുണ്ട്. അവരുടെ ഭരണഘടനയോടുള്ള പ്രതിബദ്ധതയെക്കുറിച്ച് ഈ നാട്ടിൽ എല്ലാവർക്കും അറിയാം. നിയമസഭ ഭരണഘടനയുടെ ഭാഗമല്ലേ? ആ നിയമസഭയിൽ എന്തു തരത്തിലുള്ള പെരുമാറ്റമാണ് ഈ വിദ്യാഭ്യാസ മന്ത്രി കാണിച്ചത് എന്നുള്ളത് ഈ നാട്ടിൽ എല്ലാവർക്കും അറിയാം. രാജ്ഭവൻ ഭരണഘടനയുടെ ഭാഗമല്ലേ? രാജ്ഭവനിൽ ഒരു ചടങ്ങ് നടക്കുമ്പോൾ ആ ചടങ്ങിന് മുൻപ് എല്ലാവരും എത്തിയിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. അത് പ്രോട്ടോകോളിന്റെ ഭാഗമാണ്. 20 മിനിറ്റ് വൈകി വരിക, ദേശീയ ഗാനത്തിന് മുൻപ് ഇറങ്ങിപ്പോവുക, അവഹേളിക്കുന്നത് ഭരണഘടനാ സ്ഥാപനങ്ങളെ, അവഹേളിച്ചത് ദേശീയ ഗാനത്തെ അവഹേളിച്ചുകൊണ്ട് ഭാരതാംബയോട് വിയോജിപ്പ് പ്രകടിപ്പിക്കണമെങ്കിൽ അതാ പ്രസംഗത്ത് പറഞ്ഞല്ലോ. ദേശീയ ഗാനത്തോടെന്താ വിരോധം? ദേശീയ ഗാനത്തിന് മുമ്പ് എന്താ ഇറങ്ങിപ്പോക്കിന്റെ കാരണം? ഒരൊറ്റ കാരണമേ ഉള്ളൂ. ഇതിന്റെയൊക്കെ പിന്നിൽ ഒരൊറ്റ കാരണമേ ഉള്ളൂ. ഈ നടന്ന മുഴുവൻ നാടകങ്ങളും നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇതൊന്നും ഉണ്ടാവില്ലായിരുന്നു. നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കുറെ ആളുകൾ ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടുപിടിച്ചു. ആ ജമാഅത്തെ ഇസ്ലാമിയുടെ പേരിൽ നേരത്തെ ഇത്രയും കാലം ജമാഅത്തെ ഇസ്ലാമി ഇടതുപക്ഷക്കാരുടെ കൂടെയായിരുന്നു. ആ ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടുപിടിച്ചപ്പോ അങ്ങോട്ട് പോയ ആളുകളെ കുറച്ചുപേരെങ്കിലും തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ എന്തു വേണം എന്നുള്ളതിനെ കുറിച്ച് ആലോചിച്ച് എടുത്തിട്ടുള്ള നടപടിയാണ് ആദ്യത്തെ പ്രതിഷേധം. എന്തായിരുന്നു കൃഷി വകുപ്പിന്റെ പരിപാടി? മടർനടൽ പരിസ്ഥിതി ദിനം. പരിസ്ഥിതി ദിനത്തിലെ പ്രതിഷേധം നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ, അത് കഴിഞ്ഞിട്ട് സ്കൗട്ട് ആൻഡ് ഗൈഡിന്റെ രാജ്യ പുരസ്കാര ചടങ്ങിലെ പ്രതിഷേധം നിലമ്പൂർ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ടിന് വേണ്ടി ഇത്രയും വലിയ അഭ്യാസങ്ങൾ, ഇത്രയും വലിയ നാടകങ്ങൾ ഈ നാട്ടിലെ ഭൂരിപക്ഷ സമുദായത്തിന്റെ, ഈ നാട്ടിലെ പാരമ്പര്യത്തിന്റെ, സംസ്കാരത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രതീകങ്ങളെപ്പോലും ചവിട്ടിമെതിച്ചുകൊണ്ട്, ഭൂരിപക്ഷ സമുദായത്തെ അവഹേളിച്ചുകൊണ്ട്, ഈ നാട്ടിലെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളെ അവഹേളിച്ചുകൊണ്ട് ഒരു കൂട്ടം ഭീകരവാദികളുടെ വോട്ടിന് വേണ്ടി, ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്നവരുടെ വോട്ടിന് വേണ്ടി, മതരാഷ്ട്രവാദത്തെ അംഗീകരിക്കുന്നവരുടെ വോട്ടിന് വേണ്ടി, ആ വോട്ടിന് വേണ്ടി നടത്തുന്ന ഈ നാടകങ്ങൾ, ആ വോട്ടിന് വേണ്ടി നടത്തുന്ന ഈ ചക്കളത്തി പോരാട്ടം, അതിന്റെ വസ്തുതകൾ തിരിച്ചറിയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് സാധിക്കും. വോട്ടിന് വേണ്ടി 4 വോട്ടിന് വേണ്ടി നടക്കുന്ന ഈ അഭ്യാസം ഈ രാജ്യത്തിന്റെ പാരമ്പര്യത്തെ ചവിട്ടിമെതിച്ചുകൊണ്ട്,
ഈ രാജ്യത്തെ കോടിക്കണക്കിന് ആളുകളുടെ സ്വാഭിമാനത്തെ ചവിട്ടിപതിച്ചുകൊണ്ട് സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവൻ വെടിഞ്ഞ പതിനായിരക്കണക്കിന് ആളുകളുടെ ജീവന്റെ വിലയില്ലാതാക്കുന്ന സമീപനം, ആ സമീപനം സ്വീകരിക്കുന്നവരാരാണെങ്കിലും, അതിന്റെ ലക്ഷ്യം എന്താണെങ്കിലും ശരി, അതിന്റെ ഉദ്ദേശം എന്താണെങ്കിലും ശരി, അങ്ങനെ ശ്രമിക്കുന്ന ആളുകൾ, അങ്ങനെ നടത്തുന്ന ആളുകള്, അവർക്ക് ചരിത്രത്തിൽ അവരുടെ സ്ഥാനം എന്തായിരിക്കും എന്നുള്ളത് ഈ രാജ്യത്തെ ജനങ്ങൾ വ്യക്തമാക്കും.